നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധൂവരന്മാർക്ക് വിവാഹമാല എടുത്തു നൽകിയത്. കുസാറ്റ് അപകടത്തിന് ഇടയാക്കിയത് അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. സംഗീത നിശയ്ക്ക് ആസൂത്രണമോ മുന്നൊരുക്കമോ ഉണ്ടായില്ലെന്നും റിപ്പോർട്ട്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധൂവരന്മാർക്ക് വിവാഹമാല എടുത്തു നൽകിയത്. രാവിലെ 8:45 വിവാഹം. വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലെത്തിയത് വൻ താരനിരയാണ്. മമ്മൂട്ടി, ഭാര്യ സുൽഫത്ത്, നടൻ മോഹൻലാൽ, തെന്നിന്ത്യൻ താരം ഖുശ്ബു, ജയറാം, സംവിധായകൻ ഷാജി കൈലാസ്, ഭാര്യ ആനി തുടങ്ങിയ വലിയ താരനിരയാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രി ക്ഷേത്ര ദർശന ശേഷം താമര കൊണ്ട് തുലാഭാരം നടത്തി. അതിനുശേഷം ക്ഷേത്രത്തിൽ വിവാഹിതരായ മറ്റ് നവദമ്പതികളെ ആശീർവദിച്ചു. കുസാറ്റ് അപകടത്തിന് ഇടയാക്കിയത് അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. സംഗീത നിശയ്ക്ക് ആസൂത്രണമോ മുന്നൊരുക്കമോ ഉണ്ടായില്ലെന്നും ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. എത്ര പേർ എത്തുമെന്ന് പോലും സംഘാടകർക്ക് അറിയില്ലായിരുന്നു. കുസാറ്റിൽ നിന്നുപോലും 4000 പേർ പങ്കെടുത്തു. ഓഡിറ്റോറിയം നിർമ്മാണത്തിലെ പോരായ്മകളും ദുരന്തത്തിലേക്ക് നയിച്ചു എന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU നൽകിയ ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഹർജി ജനുവരി 18 വീണ്ടും പരിഗണിക്കും. പൊയ്യ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മുഖ്യാതിഥിയായിരുന്നു. ഉൽപാദന മേഖല, പശ്ചാത്തല മേഖല, സേവന മേഖല എല്ലാ മേഖലകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ ഇവരാരെ തന്നെ നമ്മൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. അംഗൻവാടിയിലെ കൊച്ചു കുട്ടികൾക്ക് അവരുടെ വളർന്നു വരുന്ന ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അവരെ നമ്മൾക്ക് ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം എല്ലാ നിർബന്ധിതമായിട്ടുള്ള പദ്ധതികൾ വെച്ചതിന് ശേഷമാണ് നമ്മുടെ വാർഡ് തലത്തിലുള്ള തോടുകളായാലും കുളങ്ങളായാലും റോഡുകളായാലും ഒക്കെ തന്നെ നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കാം. ഒരു 25 വർഷം മുന്നോട്ട് പിന്നിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു റോഡ് പോലും ഒരു ടാറിട്ട റോഡുകൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ 25 വർഷം കഴിഞ്ഞ് 4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം സമസ്ത മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജോളി സജീവ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാബു കൈതാരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MB സുരേഷ്, അനില സുനിൽ, രാജേഷ് മോഹൻ, AS വിജീഷ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വക്കച്ചൻ അമ്പൂക്കൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയുമാണ് കുറഞ്ഞത്. പവന് 46,160 രൂപയും ഗ്രാമിന് 5,770 രൂപയുമാണ് ഇന്നത്തെ വില. ആനപ്പാറ മണലി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാളകളി, ദീപാരാധന, താലി സമർപ്പണം, വിവിധ ദേശക്കാരുടെ താലിവരവ്, തായമ്പക, മഹാഗുരുതി എഴുന്നള്ളിപ്പ്, മഞ്ഞൾ നീരാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധൂവരന്മാർക്ക് വിവാഹമാല എടുത്തു നൽകിയത്. കുസാറ്റ് അപകടത്തിന് ഇടയാക്കിയത് അധികൃതരുടെ ഗുരുതര വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. സംഗീത നിശയ്ക്ക് ആസൂത്രണമോ മുന്നൊരുക്കമോ ഉണ്ടായില്ലെന്നും റിപ്പോർട്ട്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.